ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവേൾഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ സാധാരണയായിട്ട് പോഡ്കാസ്റ്റ് സൺഡേ ആണ് നൽകാറുള്ളത്. ഇന്ന് മുതൽ, അതായത് 2024 ജനുവരി മുതൽ എല്ലാ ആഴ്ചയും സാറ്റർഡേ, ആ വീക്ക് അവസാനിക്കുന്ന അവസാനത്തെ ദിവസം സാറ്റർഡേ ആണ് ഇനി മുതൽ പോഡ്കാസ്റ്റ് നമ്മൾ നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരാഴ്ച അവസാനിക്കുമ്പോൾ ആ ആഴ്ചയിലുണ്ടായിട്ടുള്ള മാർക്കറ്റ് ഇവൻറ്റുകളും ഗ്ലോബൽ എക്കണോമിക് ഇവൻറ്റുകളും ക്ലബ് ചെയ്തുകൊണ്ടുള്ളൊരു പോഡ്കാസ്റ്റാണ് നമ്മൾ ശനിയാഴ്ചയിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ സാറ്റർഡേ എപ്പിസോഡാണ് ഇന്ന് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ ആഴ്ച അവസാനിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റിൽ തന്നെയാണ്. ഈ വർഷം ആദ്യ ദിവസം തന്നെ നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് തന്നെ. അതോടൊപ്പം തന്നെ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് റെക്കോർഡ് ക്ലോസിങ്ങിന് അടുത്താണ്. അപ്പോൾ നമ്മൾ വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ആഴ്ചയിലത്തെ മാർക്കറ്റ് ട്രെൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഈ ആഴ്ച ക്ലോസിംഗ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളും ഒക്കെ അത്തരത്തിലുള്ള ട്രെൻഡ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ചൈനീസ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ലെവലിൽ തന്നെയാണ് ഇന്നലെ അവസാനിച്ച ഈ ആഴ്ചയിലും ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് $20 താഴെയാണ് ഈ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. 2023 അവസാനത്തെ ആഴ്ചയിൽ ഗോൾഡ് ക്ലോസ് ചെയ്ത് $2072 പെർ ഔൺസിനാണ്. പക്ഷേ ഈ ആഴ്ച ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള $252.6 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് 1.5% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുമ്പോൾ $78.9 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മെറ്റൽസ് ഓൾമോസ്റ്റ് സെയിം ലെവൽ, അല്ലെങ്കിൽ ചില മെറ്റൽസൊക്കെ സ്ലൈറ്റ്ലി ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അമേരിക്കയിലത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡിസംബർ മാസത്തെ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും സ്ലൈറ്റ്ലി ലോ ആണ്. 3.7% മാത്രമാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളൂ. ഇത് അമേരിക്കൻ എക്കണോമിയുടെ സ്ട്രെങ്ത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കൻ എക്കണോമി നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതും US എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അമേരിക്കൻ മാർക്കറ്റുകൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ ചരിത്രത്തിൻ്റെ റിപ്പീറ്റേഷനാണ്. ഈ ആദ്യ ആഴ്ചയിൽ, പുതിയ വർഷത്തിലെ ആദ്യ ആഴ്ചയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനുവരി പൊതുവെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് മോശമായിരിക്കും, ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് മോശമായിരിക്കും എന്നുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ഫസ്റ്റ് വീക്കിൽ എന്ന് മാത്രം. അടുത്ത ആഴ്ചകളിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എല്ലാവരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഒരുപക്ഷെ ഈ ജാനുവരി ബെറ്റർ ക്ലോസിംഗ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ തന്നെയാണ് അടുത്ത ആഴ്ചകളിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ GDP ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. 7.3% ആയിരിക്കും ഈ ഫുൾ ഇയർ GDP ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഫോറിൻ ഏജൻസികൾ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ ഹയർ ലെവലാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 7% ടാർജറ്റ് റേറ്റിനേക്കാളൊക്കെ വളരെ ഹൈ ആണ്. സർപ്രൈസ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഡാറ്റ വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ എക്കണോമി ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും 4773 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. റെക്കോർഡ് ഹൈയിലാണ് ഇപ്പോഴും അവരുടെ ബൈയിങ് ഫിഗർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം മോർഗൻ സ്റ്റാൻലി എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ നമ്മുടെ വെയിറ്റേജ് ഇപ്പോൾ 17.1%. കഴിഞ്ഞ വർഷം ഇത് 13% ഉണ്ടായിരുന്നുള്ളൂ. ചൈനയുടെ വെയിറ്റേജ് ഇപ്പോൾ 26.6%. കഴിഞ്ഞ വർഷം 33.5% ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വെയിറ്റേജ് കൂടിയിരിക്കുകയാണ്, ചൈനയുടെ വെയിറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൈവാൻ്റെ വെയിറ്റേജും എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ കൂടിയിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. ഒപ്പം എക്കണോമിക് റിലേറ്റഡ് ന്യൂസ്, ഇൻകം ടാക്സ് കളക്ഷൻ December 15 അവസാനിക്കുന്ന അഡ്വാൻസ് ടാക്സ് കളക്ഷൻ അടക്കം നോക്കുകയാണെങ്കിൽ 20.7% ഹയർ ആണ് നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവാണ്. ഒപ്പം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂജ് സെയിൽസ് ആണ് Q3 അവസാനിക്കുമ്പോഴും എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും നേടിയിരിക്കുന്നത്. DLF, ലോധ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, ഓൾമോസ്റ്റ് എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും വലിയ രീതിയിലുള്ള റെക്കോർഡ് സെയിൽസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ഗെയിനാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ദീപാവലി പിക്കുകളിൽ ഒന്നായിരുന്നു ശോഭ ലിമിറ്റഡ്. ഓൾമോസ്റ്റ് 100% റിട്ടേൺ ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ദീപാവലി നാൾ മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുക്കുമ്പോൾ കാണുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വീണ്ടും പ്രോമിസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കാഴ്ചവെക്കുന്നത് എന്ന തരത്തിലുള്ള ന്യൂസുകളാണ്. എന്നിരുന്നാലും നമ്മുടെ റെക്കമെൻഡേഷൻ പ്രകാരം ശോഭ വാങ്ങിയിട്ടുള്ള നിക്ഷേപകരോട് അറ്റ്ലീസ്റ്റ് 50% പ്രോഫിറ്റ് എടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഹ്യൂജ് റിട്ടേൺ ആണ് വിത്തിൻ 2 monthsനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് എല്ലാവരും അത് ക്യാപ്ചർ ചെയ്യുന്നതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡാറ്റാസൊക്കെയാണ് പല സെക്ടറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ Q3 അവസാനിച്ചിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേണൊക്കെ നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ തന്നെ റെക്കമെൻഡേഷൻ ആയാലും വണ്ടർലയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് Q3 എൻഡ് ചെയ്യുമ്പോൾ 4.5% ആക്കി കൂട്ടിയിരിക്കുകയാണ്. അതിനു മുമ്പ് Q2 4.04% ആയിരുന്നു. ഇത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. കാരണം വണ്ടർല വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അറ്റൻഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടർലയുടെ സ്റ്റോക്ക് പ്രൈസ് അടുത്ത വർഷങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഉള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സോളാർ മിഷനാണ് ആദിത്യ L1 ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ 15 ലക്ഷം കിലോമീറ്റർ അകലെ ലാഗ്റേഞ്ച് പോയിന്റ് 1 എത്തിയിരിക്കുകയാണ്. എന്താണ് ലാഗ്റേഞ്ച് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിൽ ഉള്ള ഗുരുത്വാകർഷണം ഈ പോയിന്റിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വരികയാണെങ്കിൽ അത് റിവോൾവ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് പൊസിഷനിലായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് സൂര്യനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ തടസ്സങ്ങളില്ലാതെ വീക്ഷിക്കാൻ പറ്റും. അതിനനുസരിച്ച് റിസർച്ച് സൂര്യൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഇത് അമേരിക്ക കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ തന്നെയാണ് ഈ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ ആ ലാഗ്റേഞ്ച് .1 നമ്മുടെ ആദിത്യ L1 എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്പേസ് രംഗത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പനികളും സ്പേസ് റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് എല്ലാ കമ്പനികളെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന കാര്യമാണ്.
ഇനി മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ സ്റ്റോക്ക് സ്പെസിഫിക്കും എക്കണോമിക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിലത്തെ ഗ്ലോബൽ സമ്മിറ്റ്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഗ്ലോബൽ സമ്മിറ്റ്, ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചർ ഉണ്ട്, വിയറ്റ്നാമിലത്തെ കമ്പനിയാണ്. തമിഴ്നാട്ടിൽ $2 ബില്യൺ ഒരു പ്ലാന്റ് തുടങ്ങുകയാണ്. 1.5 ലക്ഷം വണ്ടികളാണ് ഇനീഷ്യലി അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 2024 ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി, അതായത് ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോടു കൂടി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോർ പുതിയ ഒരു EV പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ACTI.EV എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് എന്ന് പറയുന്ന സ്മോൾ കാറിൻ്റെ EV പതിപ്പ് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് തന്നെ പറയുന്നത് 2 ബാറ്ററി മോഡൽ ഉണ്ടായിരിക്കും. റേഞ്ച് 300 കിലോമീറ്റർ തൊട്ട് 600 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. ബുക്കിംഗ് ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ പ്ലാറ്റ്ഫോമിലാണ് ബോൺ ഇലക്ട്രിക് വെഹിക്കിളായിട്ട് ടാറ്റ മോട്ടോറിന് EVകൾ ഇറക്കാൻ പോകുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമായിട്ട് ഇതിൻ്റെ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ടാറ്റ മോട്ടറിനെ സംബന്ധിച്ച് ഈ വണ്ടിയും വലിയ ഹിറ്റായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. കാരണം 300-600 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ ടാറ്റ മോട്ടർ വീണ്ടും ഫർദർ അപ്വേർഡ് മൊമെൻറ്റം കാണിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്ററിം ബഡ്ജറ്റ് വരികയാണ് ഫെബ്രുവരി 1-ാം തീയതി. ധാരാളം എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഇൻ്ററിം ബഡ്ജറ്റാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും റിയൽ എസ്റ്റേറ്റ് രംഗത്തും അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിലേറ്റഡ് രംഗത്തൊക്കെ ചെറിയ മാറ്റങ്ങളോടെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പല അനൗൺസ്മെൻറ്റുകളും ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റിലൊരു റാലി നമുക്ക് ഫെബ്രുവരി 1-ാം തീയതിയോടുകൂടി എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു പക്ഷേ പ്രീ ഇൻ്ററിം ബഡ്ജറ്റ് റാലി ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാനായിട്ടും സാധിക്കും. ഇനി ഗ്ലോബലി പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ മെക്കൻസിയുടെയും ഒക്കെ ഒരു ഒപ്പീനിയൻ പോൾ പറയുന്നത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് 79% ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ESG ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ബയോഗ്യാസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ എൻവിറോൺമെൻ്റൽ ഫ്രണ്ട്ലി കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ESG റിലേറ്റഡ് റേറ്റിംഗ് കൂടുതലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ ഈ ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തുള്ള കമ്പനികളിൽ നിന്നും റിന്യൂവബിൾ എനർജി രംഗത്തുള്ള കമ്പനികളിൽ നിന്നൊക്കെ നമ്മൾ 2024 അതിനുശേഷവും എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഗ്ലോബലി മറ്റ് ഒരു ട്രെൻഡ് വരുന്നത് ഇൻ്റർനാഷണൽ വൈൻ ആൻഡ് സ്പിരിറ്റ് റിസർച്ചിൻ്റെ ഒരു കണക്ക് പ്രകാരം അമേരിക്കയിലും UK ഒരു ഒപ്പീനിയൻ പോൾ നടത്തിയപ്പോൾ 50%-ലധികം 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള ജനങ്ങളിലാണ് ഈ ഒപ്പീനിയൻ പോൾ നടത്തിയിട്ടുള്ളത്. 50%-ലധികം ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരും പറയുന്നത് അവർ കഴിഞ്ഞ 6 മാസമായിട്ട് ആൽക്കഹോളിക് ഡ്രിങ്കുകൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നോൺ ആൽക്കഹോളിക് ബിവറേജസ് ഉണ്ട്. ആ നോൺ ആൽക്കഹോളിക് ബിവറേജസ് ആണ് വലിയ രീതിയിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ജനറേഷൻ സെഡൊക്കെ മില്ലേനിയൽസും അതിന് മുമ്പുള്ള തലമുറകളൊക്കെ വലിയ രീതിയിൽ ആൽക്കഹോളിക് ഡ്രിങ്ക് യൂസ് ചെയ്യുമ്പോൾ പുതിയ തലമുറ നോൺ ആൽക്കഹോളിക് ഡ്രിങ്കിങ് ആണ് തുടങ്ങിയിരിക്കുന്നതാണ് പറയുന്നത്. ഒരു കോമൺ ബ്രാൻഡ് ഗാബ ലാബ്സിൻ്റെ സെൻഡിയ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഡിയാജിയോ ഇതിൽ ഓൾറെഡി എൻട്രി ചെയ്ത് നോൺ ആൽക്കഹോളിക് ബിവറേജ് ഉണ്ടാക്കാനായിട്ട് ഡിയാജിയോയും അതുപോലെ
അതുപോലെ തന്നെ മറ്റ് പ്രമുഖ സ്പിരിറ്റ് കമ്പനികളും ഓൾറെഡി പ്രൊജക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസ് മാത്രമാണ്. ഇപ്പോൾ ഗ്ലോബൽ സെയിൽ നോക്കുകയാണെങ്കിൽ $1 ബില്യൺ ഉള്ളൂ നോൺ ആൽക്കഹോളിക് ബിവറേജിൻ്റേത്. ആൽക്കഹോളിക് ബിവറേജിൻ്റെ ടോട്ടൽ സെയിൽസ് $650 ബില്യൺ ആണ്. പക്ഷെ ഒരു പുതിയ ട്രെൻഡ് എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോൺ ആൽക്കഹോളിക് ബിവറേജസ് യൂസ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. തലവേദന ഉണ്ടാവില്ല, അതുപോലെ മദ്യപിക്കുമ്പോൾ ആൽക്കഹോളിക് ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവില്ല, മറിച്ച് അതിനേക്കാളും കൂടുതൽ വീര്യം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ശരീരത്തിന് ദോഷമില്ലാത്തൊരു സംഗതി ആയിരിക്കുന്നതാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. ഇതുകൊണ്ട് ഇന്ത്യയിൽ എത്രത്തോളം നോൺ ആൽക്കഹോളിക് ബിവറേജസ് കിട്ടും എന്ന് എനിക്കറിയാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ധാരാളം ബ്രാൻഡുകൾ ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ന്യൂസ് തരുന്നത് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ കമ്പനികൾ ഉണ്ടെങ്കിൽ ആ ഷെയറിന് ഡിമാൻഡ് ഭാവിയിൽ കൂടാം. അതൊരു റിസർച്ച് ഇൻപുട്ടും കൂടിയായിട്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ന്യൂസാണ്. നമ്മുടെ യങ് ജനറേഷൻ ആൽക്കഹോളിക് ഡ്രിങ്കുകളിൽ നിന്ന് മാറി നോൺ ആൽക്കഹോളിക് ബിവറേജസിലേക്ക് മാറുന്നത് അവരെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇലക്ട്രിക് ബാറ്ററി രംഗത്തുള്ള പല കമ്പനികളും വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നമ്മൾ 130 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അറൗണ്ട് 2.5 ടൈംസ് ഇപ്പോൾ കയറിക്കഴിഞ്ഞു. വീണ്ടും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ രംഗത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലാജി അമീനുണ്ട്, ഈദർ ഇൻഡസ്ട്രീസ് ഉണ്ട്, തത്വചിന്തൻ ഫാമയുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് EV റിലേറ്റഡ് രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 2 സ്റ്റോക്കുകൾ പ്രമുഖമായിട്ടുള്ള 2 കമ്പനികളൊന്ന് ടാറ്റ കെമിക്കൽസ് ആണ്. വലിയ പ്ലാന്റ് ആണ് ഗുജറാത്തിൽ ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ടാറ്റ കെമിക്കൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽസ്. അപ്പോൾ എല്ലാ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഇപ്പോൾ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽസ്. മറ്റൊരു സ്റ്റോക്ക് PCBL ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ടൊരു അക്വിസിഷനും കൂടി നടത്തിയിട്ടുണ്ട്. കാർബൺ ബ്ലാക്ക് രംഗത്തുള്ളൊരു കമ്പനിയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇതും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ടാറ്റ കെമിക്കലും PCBLും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി കീപ്പ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും ലോങ് ടേം വ്യൂ ഉള്ള ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ട ഒരു സ്റ്റോക്കും കൂടിയാണ് ഈ 2 സ്റ്റോക്കുകളും. ഇനി നമുക്ക് ധാരാളം ന്യൂസ് ഇവൻറ്റുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. ബജാജ് ഓട്ടോയുടെ ബൈബാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചമ്പൽ ഫെർട്ടിലൈസറിൻ്റെ ബൈബാക്ക് വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റുകളും ഈ അടുത്ത ആഴ്ച വരികയാണ്. അതായത് തിങ്കളാഴ്ച, നാളെയാണ് അടുത്ത ആഴ്ച ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ആ റിസൾട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി വളരെ പ്രോമിസിങ് ആയിട്ട് നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്ക് ഉണ്ട് ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡ്. ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡിന് കഴിഞ്ഞ ആഴ്ചയിൽ ആർമിയിൽ നിന്ന് 697 ആർമി റിലേറ്റഡ് വാഗൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള എൻട്രിയാണ്. ഒപ്പം വെള്ളിയാഴ്ച 100 കോടി രൂപയുടെ ഡബിൾ ഡെക്കർ വാഗൻസ്, ഓട്ടോമൊബൈൽ വാഗൻസ്, അതായത് SUVകളും ലക്ഷറി കാറുകളും വാഗണിൽ 2 തട്ടിലായിട്ട് കൊണ്ടുപോകുന്ന ഡബിൾ ഡെക്കർ വാഗൻസ് റെയിൽവേയിൽ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓർഡർ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്നും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ജൂപ്പിറ്റർ വാഗൻസ് ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യാവുന്ന, ലോങ് ടൈമിലേക്ക് വീണ്ടും വാങ്ങാവുന്ന ഒരു റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നല്ല റിട്ടേൺ ആണ് നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്ന് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ റിലേറ്റഡ് എക്സ്പാൻഷനാണ് അടുത്ത വർഷങ്ങളിലും വലിയ രീതിയിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പവർ സെക്ടർ റിഫോംസ് വരുന്നുണ്ട്. പവർ സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ വരികയാണ്. അപ്പോൾ റെയിൽവേ സെക്ടറിൽ നിന്ന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡ്. അടുത്ത ആഴ്ചയിൽ SMEയിൽ ഒരു IPO വരുന്നുണ്ട്. ആ
SME IPO വളരെ നല്ലൊരു IPO ആണ്. ഓസ്ട്രേലിയൻ പ്രീമിയം സോളാർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനൽസും പോളി ക്രിസ്റ്റലൈൻ സോളാർ പാനൽസും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. 51 രൂപ 54 രൂപ പെർ ഷെയർ ആണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് 11 ജനുവരിയാണ്, ക്ലോസ് ചെയ്യുന്നത് 15 ജനുവരിയാണ്. ഇതിൻ്റെ ലോട്ട് 2000 ആണ്. ഒരു ലോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ ഈ ഇഷ്യൂവിൽ നിന്ന് കിട്ടും. അപ്പോൾ SME IPO അപ്ലൈ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും ധൈര്യമായിട്ട് അപ്ലൈ ആവുന്ന ഒരു കമ്പനിയാണ് ഓസ്ട്രേലിയൻ പ്രീമിയം സോളാർ ലിമിറ്റഡ്. 11 ജനുവരി ഇഷ്യൂ ആരംഭിക്കുകയാണ്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. പോസ്റ്റ് ഇഷ്യൂ വരുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത് 19.74 കോടിയാണ്. ഇതിൻ്റെ ഇഷ്യൂവിൻ്റെ സമയത്തുള്ള പ്രൈസ് ഏണിംഗ് റേഷ്യോ 23.58 ആണ്. മറ്റ് കമ്പയറബിൾ പ്രൈസ് ഏണിംഗ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 100% ഒക്കെ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഇഷ്യൂ ആണ് ഓസ്ട്രേലിയൻ പ്രീമിയം സോളാർ ഇന്ത്യ ലിമിറ്റഡ് SME IPO. NSE SMEയിലാണ് ഈ IPO വരുന്നത്. അപ്പോൾ എല്ലാവരും SME IPO അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഈ IPO അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ആഴ്ച അവസാനിക്കുമ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. ഒപ്പം Q3 റിസൾട്ടുകൾ വരികയാണ്. ഇതിനെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകം ഇപ്പോൾ ഇൻ്റർനാഷണൽ സിനാരിയോയിലുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. ആ ഗ്ലോബൽ വൊളാറ്റിലിറ്റി നമുക്ക് മാറി നിൽക്കാനൊന്നും സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ അവിടെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ അടുത്ത ആഴ്ചയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ലൊരു മാർക്കറ്റ് ട്രെൻഡാണ്. ഒരുപക്ഷെ നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ അടുത്ത ആഴ്ചയിൽ ഹിറ്റ് ചെയ്യുമെന്നൊരു എക്സ്പെക്റ്റേഷൻ കൂടിയാണ് എനിക്കുള്ളത്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീക്കിനെ വളരെ പ്രോമിസിംഗ് ആയിട്ട് കാണുക. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് പീക്കിലേക്ക് പോകുമ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ബൂമിങ്ങിലാണ് നമുക്ക് ബെറ്റർ പ്രൈസ് കിട്ടുള്ളൂ. മാർക്കറ്റ് റിയാക്ഷൻ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസിൽ നമുക്കൊരു സ്റ്റോക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. ഒപ്പം സെബി ഇപ്പോൾ പുതിയ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് സെല് ചെയ്യാൻ പാടില്ല, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും നെയ്ക്കഡ് ഷോർട്ട് സെല്ലിങ് പാടില്ല എന്നൊക്കെ റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരികയാണ് സെബി. തീർച്ചയായിട്ടും ഇതിന് ചെറുതായിട്ട് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിലുണ്ടാവും. അഡാനി ഹിൻഡൻബർഗ് ഇഷ്യൂവിൻ്റെ സുപ്രീം കോടതി വിധി ഈ ആഴ്ച വന്നിരുന്നു. അഡാനി ഗ്രൂപ്പിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു വിധിയാണ് വന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള വിധി തന്നെയാണ്. കാരണം അഡാനി ഹിൻഡൻബർഗ് ശാഖയിൽ ഹിൻഡൻബർഗ് അലഗേഷൻസ് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഒന്നിനും ബേസ് ആയിട്ടൊരു എവിഡൻസും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ കോടതി അതേ രീതിയിലുള്ളൊരു വെർഡിക്റ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിനും ഇന്ത്യയുടെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ഇൻറ്റഗ്രിറ്റിനും ബാധിക്കാത്ത തരത്തിലുള്ള വളരെ വളരെ വൈസായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റാണ് സുപ്രീം കോടതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഷോർട്ട് സെല്ലിംഗ് മുഖാന്തരം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സെബിക്ക് കൊടുത്തിട്ടുള്ളത്. അടുത്ത 3 മാസത്തിനുള്ള അതിൻ്റെ എൻക്വയറിയും കംപ്ലീറ്റഡ് ആവും. അപ്പോൾ ഈ ആഴ്ച കടന്നു പോയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ആഴ്ചയായിരുന്നു. ഒപ്പം ഗൗതം അഡാനി വീണ്ടും ഏഷ്യയിലത്തെ റിച്ചസ്റ്റ് പേഴ്സണും കൂടി ആയിട്ട് മാറിയിരിക്കുകയാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷം. എനിക്ക് തോന്നുന്നു അടുത്ത മാസങ്ങളിലും അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് അഡാനി പവർ, അഡാനി എൻ്റർപ്രൈസസ്, അഡാനി പോർട്ട്, അഡാനി എനർജി സൊല്യൂഷൻസ്, അഡാനി ഗ്രീൻ ഒക്കെ വീണ്ടും വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അഡാനി ഗ്ലോബൽ സിനാരിയോയിലും അവരുടെ റിച്ച് പേഴ്സൺ എന്നുള്ള ആ പൊസിഷൻസ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒപ്പം റിലയൻസ് ഗ്രൂപ്പിൻ്റെ
ജിയോ ഫിനാൻഷ്യൽ സർവീസസിനും അതുപോലെ തന്നെ ബ്ലാക്ക് റോക്കിൻ്റെയും അപ്ലിക്കേഷൻ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയുള്ള AMCക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ. അതിൻ്റെ അപ്രൂവലും സെബി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസസും റിലയൻസ് ഇൻഡസ്ട്രീസും വീണ്ടും അപ്പ് മൂവ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ടഗ് ഓഫ് വാർ ഉണ്ട്. ആരാണ് റിച്ചസ്റ്റ് പേഴ്സൺ, മുകേഷ് അംബാനിയാണോ ഗൗതം അഡാനിയാണോ എന്നുള്ള ടഗ് ഓഫ് വാറും കൂടി ഇനി വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും രണ്ട് സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ നല്ലൊരു ആഴ്ചയാണ് നമുക്ക് കടന്നു പോയത്. നമ്മുടെ ഇൻഡെക്സുകൾ നിഫ്റ്റിയും സെൻസസും റെക്കോർഡ് ഹൈ ഇട്ടിട്ടാണ് ഈ ആഴ്ച കടന്നു പോയിട്ടുള്ള. അടുത്ത ആഴ്ചയിൽ നമുക്ക് പുതിയ റെക്കോർഡ് ഹൈസ് നമുക്ക് ഈ ഇൻഡെക്സുകളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം പല സ്റ്റോക്കുകളും വലിയ രീതിയിൽ മുന്നേറുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വെക്കാൻ മറക്കണ്ട. ടാറ്റ കെമിക്കൽസ്, PCBL, ജൂപ്പിറ്റർ വാഗൻസ്, ഈ സ്റ്റോക്കുകളൊന്നും തന്നെ വാങ്ങി വെക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക്. അടുത്ത ആഴ്ച എല്ലാവർക്കും നല്ല പ്രോമിസിങ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വീക്കായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സാറ്റർഡേ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.